നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്ക് പോകാൻ ഏറ്റവും ഇഷ്ടം ബീച്ചിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി പുതുവൈപ്പ് ബീച്ചിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് അധികം തിരക്കൊന്നും ഇല്ലാതെ ഫാമിലി ആയിട്ട് നല്ല കിഡ്ലൻ സൺസെറ്റൊക്കെ കണ്ട് ഇരിക്കാൻ പറ്റും. നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ. വരുമ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ടുള്ള സ്നാക്സും പിന്നെ കുടിക്കാൻ സുലൈമാനിയും ജ്യൂസും അങ്ങനെയുള്ളതൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഇവിടെ വന്ന് വിരിച്ചിരിക്കാനായിട്ട് ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. കുട്ടികളും ഫാസും കൂടി അതെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു. പില്ലോസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ ഇരിക്കാനായിട്ടൊരു ചെറിയ കുഞ്ഞ് സ്റ്റൂളുമായിട്ടാണ് കേട്ടോ. കാര്യം ഉമ്മക്ക് കാലുവേദനയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അടിപൊളിയാണ്. പിന്നെ അങ്ങനെ കുട്ടികൾ ഡ്രസ്സ് മാറി വെള്ളത്തിലേക്ക് കളിക്കാൻ ഇറങ്ങി. അങ്ങനെ അവരെ നോക്കി നിൽക്കുമ്പോഴാണ് ദേ കിടക്കേണ്ട ആ ഒരു ജെല്ലി ഫിഷ്. ഇതിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഞാൻ ഇവന്മാരെ ഫ്രണ്ടിൽ വന്നു നിന്നു. കാര്യം ഇവന്മാരെ ഇറങ്ങി പോകുന്നു. മുമ്പും ആദ്യം കൂടിയും അവരുടെ പേര് മണ്ണിലെഴുതി കളിക്കുക കേട്ടോ. എനിക്ക് നമ്മുടെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത്. വാപ്ചി നല്ല സൺസെറ്റും കാറ്റുമൊക്കെ എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. ഉമ്മയും കുട്ടികളെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ നിന്നില്ലെങ്കിൽ ഇവന്മാരെ ഇറങ്ങി പോവും. അങ്ങനെ സ്നാക്സിൻ്റെ കവർ പൊട്ടിച്ചപ്പോഴത്തേക്കും പിന്നെ ഇവിടെ ഒരു ജാതിയായി നോക്കുക. അത്രയും കാക്കകൾ ഞങ്ങളുടെ സ്നാക്സ് പൊട്ടിക്കാൻ വേണ്ടി നിന്നതാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഫാസ്റ്റ് ഒരു അടിപൊളി പട്ടം വാങ്ങിയിട്ട് വന്നു. 50 രൂപയാണ് ഈ പട്ടവും നൂലും കൂടി. അങ്ങനെ അത് കുറച്ച് നേരം പറപ്പിച്ചു. ഇത് കുറേ നേരമായിട്ടോ ചെയ്യുന്നത്. ആദ്യം പറപ്പിച്ചു. ഫസ്റ്റ് ടൈമാണ് പട്ടം പറപ്പിക്കുന്നത്. അപ്പോഴേക്കും ഉമ്മ സുലൈമാനിയൊക്കെ എടുത്ത് ഗ്ലാസ്സിൽ സെറ്റാക്കി ഞാനിങ്ങനെ കുടിച്ച് ആസ്വദിച്ച് വരുമ്പോഴത്തേക്കും ഫാസിൻ്റെ വീഡിയോ എടുക്കുന്നു. അങ്ങനെ ഞാൻ ക്യാൻഡിഡായിട്ട് അഭിനയിച്ച് കുറച്ച് നേരം. അങ്ങനെ ഫാസ്റ്റ് പറപ്പിക്കാൻ തുടങ്ങി പട്ടം. അപ്പോഴത്തേക്ക് ആമിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടി. ഇത് ഇവളുടെ പുറകെ നിന്ന് പോകുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ തമ്മിലായിരുന്നു കളി. അതെ കേട്ടോ, ഇതായിരുന്നു ഇവിടുത്തെ പിന്നുള്ള പരിപാടി. ഞങ്ങൾ പോരണ വരെ ഈ പട്ടി ഇവളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവർ വെള്ളത്തിൽ നിന്ന് കളി മാറി പിന്നെ മണ്ണിലായി ഗൈസ് കളി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പതിയെ രാത്രിയായി. ആമി പാട്ടൊക്കെ തുടങ്ങി. കാര്യം നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് ഗൈസ്. അടിപൊളി വൈബ് കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അങ്ങനെ പോകാൻ ടൈം ആയപ്പോഴത്തേക്കും ആദ്യനും ഹയനും ക്ലീൻ ആക്കാൻ തുടങ്ങി. കുട്ടികളും വലിയവരും ഒക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് നല്ലൊരു കിടിലൻ ഡേ ആയിരുന്നു ഗൈസ് ഇന്ന്.